എല്ലാ കാര്യത്തിലും നഷ്ടമാണ്. ശമ്പളം നഷ്ടം, ശമ്പള പരിഷ്കരണം നഷ്ടം, ശമ്പള പരിഷ്കരണ കുടിശ്ശിക നഷ്ടം. ഇത്രയും ദുരിതം വിതച്ച, നഷ്ടം വിതച്ച മറ്റൊരു സർക്കാരും കേരളത്തിൽ ഭരിച്ചിട്ടില്ല. മനുഷ്യത്വം ഈ സർക്കാരിന് പറഞ്ഞിട്ടില്ല. മനുഷ്യനെപ്പോലും ചിന്തിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഭരണാധികാരികൾ ജനങ്ങളുടെ, ജീവനക്കാരുടെ വികാരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ, അവൻ്റെ ആവശ്യങ്ങൾ, അവകാശങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു സർക്കാരാണ് കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. നമസ്കാരം. പിണറായി സർക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നവകേരളത്തിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയായ ഇർഷാദ് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. ഈ നവകേരളത്തിൽ എല്ലാവർക്കും നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ പറയാനുള്ളൂ. കേരളത്തിൻ്റെ പുതുവഴി എന്നാണ് കുറേ ആളുകൾ പറയുന്നത്. അതിന് പ്രചരിപ്പിക്കുവാൻ വേണ്ടി കോടാനുകോടി രൂപയുടെ പ്രചരണ പ്രവർത്തനങ്ങളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനും അല്ലാതുള്ള പ്രവർത്തനങ്ങളും പബ്ലിസിറ്റിയും ഒക്കെ കൊണ്ടുപിടിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതേസമയം സർക്കാർ ജീവനക്കാർക്കും ജനങ്ങൾക്കും നഷ്ടങ്ങൾ മാത്രമേ ഈ നവകേരളം സമ്മാനിച്ചിട്ടുള്ളൂ. എല്ലാ കാര്യത്തിലും നഷ്ടമാണ്. ശമ്പളം നഷ്ടം, ശമ്പള പരിഷ്കരണം നഷ്ടം, ശമ്പള പരിഷ്കരണ കുടിശ്ശിക നഷ്ടം, ലീവ് സറണ്ടർ നഷ്ടം. അങ്ങനെ എന്തിന് ഈ സർക്കാർ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആശ്രിതർ, അവർക്ക് മാനസികമായിട്ടും ഭൗതികമായിട്ടുമുള്ള ഭിന്നശേഷിക്കാരായ ആശ്രിതന്മാരുള്ള അവർക്ക് കുടുംബ പെൻഷൻ കിട്ടുന്നത്, അതിന് പോലും ഈ കുടില സർക്കാർ വരുമാന പരിധി ഏർപ്പെടുത്തി. 60,000 രൂപ എന്ന വാർഷിക വരുമാന പരിധി ഏർപ്പെടുത്തിയ ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. ഇത്രയും ദുരിതം വിതച്ച, നഷ്ടം വിതച്ച മറ്റൊരു സർക്കാരും കേരളത്തിൽ ഭരിച്ചിട്ടില്ല. ജീവനക്കാരന് DA ഇനത്തിൽ 6 ഗഡു കുടിശ്ശികയാണ്, 18% കുടിശ്ശികയാണ്. ശമ്പളം 2 മാസത്തിലാണ് നഷ്ടപ്പെട്ടത്. ഈ കഴിഞ്ഞ വർഷം മാർച്ചിലും ഈ വർഷം മാർച്ചിലും ഫെബ്രുവരി മാസത്തെ ശമ്പളം വിതരണം ചെയ്യുന്നതിൽ ഈ സർക്കാർ യഥാസമയം വിതരണം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. അതുപോലെ ലീവ് സറണ്ടർ 6 വർഷമായി ലീവ് സറണ്ടർ സംസ്ഥാന സർക്കാർ ജീവനക്കാരന് കിട്ടിയിട്ട് 1 വർഷം കിട്ടുക എന്ന് പറയുന്നത് 1 മാസത്തെ പൂർണ്ണ ശമ്പളമാണ്. സാധാരണഗതിയിൽ സർക്കാർ ജീവനക്കാരൻ അവൻ്റെ സുപ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ, അവൻ്റെ കുടുംബത്തിൽ വരുന്ന ചെലവുകൾ, വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്ന ചെലവുകൾ, കുട്ടികളുടെ ഫീസ് കൊടുക്കുന്നത്, അവരുടെ ഡ്രസ്സ് കൊടുക്കുന്നത്, അവർക്ക് വേണ്ട സ്കൂൾ സ്റ്റേഷനറി വാങ്ങുന്നത്, ഇതിനു വേണ്ടിയൊക്കെ വിനിയോഗിച്ച് വയ്ക്കുന്ന പൈസയാണ് ലീവ് സറണ്ടർ ഇനത്തിൽ ഏപ്രിൽ മാസത്തിൽ കിട്ടുമെന്ന് ജീവനക്കാരൻ പ്രതീക്ഷിച്ചിരുന്നത്. അത് നഷ്ടപ്പെട്ടിട്ട് 6 വർഷമായി. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? 180 ദിവസത്തെ ശമ്പളമാണ് ആ ഇനത്തിൽ നഷ്ടപ്പെട്ടത്. DA കുടിശ്ശികയായിട്ടുള്ള DA 3 ഗഡുവാണ് 2ാം പിണറായി സർക്കാർ തന്നത്. 3ൻ്റെയും 39 മാസം വീതമുള്ള 117 മാസം. 117 മാസം എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 10 വർഷത്തെ കാലയളവിനുള്ള കുടിശ്ശികയാണ് അടിച്ചു മാറ്റി ഈ സർക്കാർ കൊണ്ടുപോയത്. അപ്പോൾ അത്തരത്തിലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക 2019 നൽകേണ്ടത് ഈ 2021 ഇവർ ഉത്തരവിറക്കി തരുമെന്ന് പറഞ്ഞു. 2021 ഉത്തരവിറക്കിയത് ഇവർ തന്നെ മരവിപ്പിച്ചു. ഇവരിപ്പോൾ അന്ന് തരുമെന്ന് പറഞ്ഞതിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ ഈ സർക്കാർ തരുന്നുള്ളൂ. അതുപോലും യഥാസമയം കൊടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ PF-ൽ പോയ പൈസ, 4 ഗഡു വരുന്ന പൈസ, ആ DA-യുടെ കുടിശ്ശിക പോലും തരാതിരിക്കുന്ന ഒരു സർക്കാരാണ്. പണിമുടക്കിന് ശേഷവും അതിൻ്റെ പകുതി മാത്രമേ തരുവാൻ ഈ സർക്കാർ തയ്യാറായിട്ടുള്ളൂ. അങ്ങനെ ഏതൊക്കെ എടുത്തിട്ടുണ്ടോ, പങ്കാളിത്ത പെൻഷൻകാരന് ഈ DA യഥാസമയം നൽകാത്തത് കൊണ്ടുള്ള നഷ്ടം വളരെ വലുതാണ്. അവന് ഈ 117 മാസത്തെ പൈസ എന്ന് പറയുന്നത് ആ ശമ്പളത്തിൻ്റെ കൂടെ DA-യും കൂടെ കൂട്ടി ആ DA-യുടെ 10% ഈ സർക്കാർ അടയ്ക്കേണ്ടത്, പങ്കാളിത്ത പെൻഷൻ്റെ സർക്കാർ വിഹിതമായിട്ട് അടയ്ക്കേണ്ടത്. കേന്ദ്രം അത് 14%-ആയും ഇപ്പോൾ അത് 18% വർദ്ധിപ്പിച്ചു. ഇപ്പോഴും 10%-മേ കൊടുക്കുന്നുള്ളൂ ഈ സർക്കാർ. അതുപോലും ഈ കുടിശ്ശിക അത്രയും കാലത്തേക്ക് നിഷേധിച്ചതുകൊണ്ട് ആ കുടിശ്ശിക പങ്കാളിത്ത പെൻഷൻകാരന് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. കേവലം 435 രൂപ വരെ പെൻഷൻ കിട്ടുന്നവരാണ് പങ്കാളിത്ത പെൻഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതം നിത്യദുരിതത്തിലേക്ക് തള്ളിവിടുന്ന നഷ്ടങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് നവകേരള മുദ്രയല്ല, ഇത് നഷ്ടമുദ്രകളാണ്.
മനുഷ്യത്വം ഈ സർക്കാരിന് പറഞ്ഞിട്ടില്ല. മനുഷ്യനെപ്പോലും ചിന്തിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഭരണാധികാരികൾ ജനങ്ങളുടെ ജീവനക്കാരുടെ വികാരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ, അവൻ്റെ ആവശ്യങ്ങൾ അവകാശങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു സർക്കാരാണ് കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഈ ജീവനക്കാർ ഏറ്റവും കൂടുതൽ സമരങ്ങളും പണിമുടക്കുകളെല്ലാം നടത്തിയത് ഈ ഒരു സർക്കാരിൻ്റെ കാലത്തായിരിക്കും. സമരങ്ങളും പണിമുടക്കുകളും അനവധി നടത്തി. പക്ഷേ ഈ സർക്കാർ അനങ്ങുന്നില്ല. സമരങ്ങളോടുള്ള ഈ സർക്കാരിന് യാതൊരു സഹാനുഭൂതിയും ഇല്ല, ഒരു അനുകമ്പയുമില്ല. 80 ഇല്ലാത്ത ഏതെങ്കിലും ഒരു സർക്കാർ കേരളം ഭരിച്ചിട്ടുണ്ട് എങ്കിൽ അത് കേരളത്തിലെ ഇപ്പോൾ കഴിഞ്ഞ 9 വർഷമായി തുടർന്നു വരുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാരാണ് എന്ന് നിസ്സംശയം പറയാവുന്നൊരവസ്ഥയുണ്ട്. എന്തായാലും ഈ ഒരു സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം തന്നെ നേടിയെടുക്കാൻ സമരം ചെയ്തിട്ട് പോലും കാര്യമില്ല എന്ന് തന്നെയാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.